അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹാജിമാരെ, അജ്ജുമാരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ സ്വാധീനങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഇൽമ അള്ളാഹു നാഫിയാക്കി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. ഈ മരിച്ച വാപ്പാക്കും വേണ്ടിയൊക്കെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മക്കൾ ആഗ്രഹിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ വാപ്പിമ്മ എന്നല്ല, ആരാണെങ്കിലും മരിച്ചവർക്ക് വേണ്ടി നമ്മളെ സുഹൃത്തുക്കളോ കുടുംബങ്ങളോ ഭാര്യ ഭർത്താവൊക്കെ മരിക്കൂലേ. അപ്പോൾ അവിടെ പറയാനുള്ളത്, അപ്പോൾ അവിടെ നോക്കേണ്ടത് അവർക്ക് ഹജ്ജും മുറയൊക്കെ നിർബന്ധമായിരുന്നോ ഇല്ലേന്നാണ്. ഹജ്ജും മുറയൊക്കെ നിർവഹിച്ചിരുന്ന ആളാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, വാപ്പിമ്മയൊക്കെ ഹജ്ജും മുറയൊക്കെ നിർവഹിച്ച ആളാണെങ്കിൽ അവിടെ വസിയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർ നിർവഹിച്ചിട്ടുണ്ട്. ഇത് ഇനി സുന്നത്തായ ഹജ്ജും ഉംറയൊക്കെ നമ്മൾ ചെയ്യണത്. അപ്പോൾ അവർ വസിയത്ത് വേണം. മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഹജ്ജും ഉംറയൊക്കെ ചെയ്യണേ, വസിയത്ത് ചെയ്തതായിട്ട് മരിച്ചതാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല. ഇനി മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയൊന്നും ചെയ്തിട്ടില്ല, ആപ്പിമ്മ എന്തായിട്ടില്ല, ആപ്പിമ്മ ഉദാഹരണം കേട്ടോ, ഹജ്ജും ഉംറയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പകരം മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം നിർവഹിക്കപ്പെട്ടു പോയി. അപ്പം ഏതാ നമുക്ക് ബാക്കിയുള്ളത്? ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടില്ല, ആപ്പിമ്മ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഹജ്ജോ ഉംറ ഏതെങ്കിലും ഒന്നേ നിർവഹിച്ചിട്ടുള്ളൂ. ഇവിടെ മക്കൾക്ക് വസിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മക്കൾ എന്നല്ല, ആർക്കും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഹജ്ജും ഉംറയും ചെയ്യാവുന്നതാണ്. കുടുംബത്തിൻ്റെ സമ്മതം കൂടി ആവശ്യമില്ല. എൻ്റെ സുഹൃത്താണ്, അവർ ഹജ്ജും ഉംറയും ചെയ്യാതെയാണ് മരിച്ചു പോയത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു താല്പര്യം അവരോട്. കാരണം ഭയങ്കര കൂലിയാണേ, പകരം ചെയ്യുന്നതിന് നല്ല കൂലിയാണ്. മരിച്ചാൾക്ക് ഒരു കൂലിയും പകരം ചെയ്യുന്ന ആൾക്ക് 7 കൂലിയും കിട്ടുന്ന. അപ്പോൾ അതാണ് കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഔദാര്യമൊന്നും ആവില്ല കേട്ടോ. മരിക്കാതെ ഹജ്ജും ഉംറയും ചെയ്യാതെ മരിച്ച ആളുകൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ അനുവദനീയാണെന്ന് പറയുമ്പോഴും അത് അനന്തര സ്വത്തൊക്കെ ഉണ്ട്. നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാതെ ഹജ്ജോ ഉംറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ ചെയ്തിട്ടുള്ളൂ, സ്വത്തുണ്ട്, മരിക്കുമ്പോൾ ഭൂമി ഉണ്ട് എങ്കിൽ പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. അനന്തര സ്വത്ത് വരെ ഓരിവെക്കണമെങ്കിൽ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള സ്വത്ത് ഒന്നിക്കലും ഏറ്റെടുക്കണം. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കണം, മക്കളാരെങ്കിലും ഏറ്റെടുക്കണം, ഉടനെ ചെയ്യും വേണം. അതിങ്ങനെ കുറേ കാലത്തേക്ക് മാറ്റിവെക്കാനൊന്നും പറ്റില്ല, തൊട്ടടുത്ത വർഷം തന്നെ ചെയ്യണം. അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ ഫർദായ ഹജ്ജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടില്ല, അതിനുള്ളത് മാറ്റി വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനന്തരം ഊരിവെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് ഹറാമ് തീറ്റിക്കേണ്ടി വരും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത്, ഈ പകരം ചെയ്യുന്ന ആൾ സ്വന്തം ബാധ്യത വീട്ടിയിട്ടായിരിക്കണം കേട്ടോ. അല്ലാതെ സ്വന്തം ഹജ്ജും ഉംറയും ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആളെ കൊണ്ട് ഹജ്ജ് ചെയ്യാം. ഒരു കൊല്ലം നമുക്കൊരു ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ പിറ്റത്തെ കൊല്ലം. ഉംറ പിന്നെ അങ്ങനല്ല, നമ്മളെ നിർബന്ധമായ ഉംറ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് ഉംറ ചെയ്യാം. വാപ്പാക്കും അമ്മാക്കും ചെയ്യാൻ ഉംറയും ചെയ്യുകയാണെങ്കിൽ ആരും ചെയ്യേണ്ടത് വെച്ചാൽ വാപ്പാനെ മുന്തിക്കണം എന്നാണ് നിയമം. അതുപോലെ ഈ പകരമൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് കൂലി കൊടുക്കുന്നൊരു പരിപാടിയും കൂടിയുണ്ട്. പകരം ഹജ്ജും ഉംറയും ചെയ്യല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കൂലി എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എൻ്റെ വാപ്പാക്ക് വേണ്ടി അത് ചെയ്തു, ഉമ്മാക്ക് വേണ്ടി അത് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അത് ചെയ്തു എന്ന് കരുതിയാൽ കൂലി അവർക്കും കിട്ടും. ഇതാണ് മരിച്ച ആളുകൾക്ക് വേണ്ടി പകരം ചെയ്യുന്ന ഹജ്ജ് ഉംറ. പിന്നെ ഇഹ്റാമും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണല്ലോ. പകരമാകുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്നാണ് ഇഹ്റാമിൽ ചെയ്യേണ്ടത്. എൻ്റെ വാപ്പാക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു എന്ന്. പിന്നെ ഇവർ ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്തിന് ഒരു നിബന്ധന ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആർക്ക് വേണ്ടിയാണ് ഹജ്ജും ഉംറയും ചെയ്യുന്നത്, അയാളുടെ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ യമനിലുള്ള ആൾക്ക് വേണ്ടിയാണ്, അല്ല ഇറാഖിലുള്ള ആൾക്ക് വേണ്ടിയാണ് പകരം ഹജ്ജും ഉംറയും ചെയ്യുന്നതെങ്കിൽ അയാളുടെ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇതാണ് വിഷയം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിലും പൈസ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും അതാണ് നിയമം. കാരണം അയാൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്.
മറ്റൊരഭിപ്രായം ഉണ്ട് ചെയ്യുന്ന ആളത് മതി എന്നുള്ളതും. കാരണം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, അയാളുടെ നാട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നാടായിരിക്കും, രാജ്യമായിരിക്കും. അപ്പോൾ പ്രബലമായ അഭിപ്രായം എങ്ങനെയാണ്, പ്രബലമില്ലാത്ത നമുക്ക് ചെയ്യാവുന്ന സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ഇഹ്റാം ചെയ്യുന്ന വ്യക്തി, ഹജ്ജ് ഉംറയും ചെയ്യുന്ന വ്യക്തിയുടെ മീഖാത്തിനെ പരിഗണിച്ചാൽ മതി എന്ന ഒരു ഹദീസ് വളരെ പ്രസക്തമാണ്. ഹജ്ജ് ഉംറയും നിർബന്ധമായിട്ട് വാപ്പിയമ്മി മരിച്ചു, അല്ലെങ്കിൽ രണ്ടാലും നിർബന്ധമായിട്ട് നിർവഹിക്കാതെ മരിച്ചാലേ പകരം ഹജ്ജ് ചെയ്യൽ നിർബന്ധം എന്നുള്ളതിലൊരു ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട്, ഇവിടെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജുഹൈനത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ ഉമ്മി നദറത്തൻ തഹുജ ഫമാത്തത്ത് ഖബലൻ തഹുജ ഫഹുജു അൻഹ. എൻ്റെ അമ്മ ഹജ്ജ് നിർബന്ധമായിരുന്നു, പക്ഷേ ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാക്കി നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി, ഇനി ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണോ? ഞാൻ ഹുജ്ജി അൻഹ. നബി പറഞ്ഞു, അതെ വേണം, അവർക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്തേ പറ്റൂ. അപ്പം നബി തങ്ങൾ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ലൗകാന അലാ ഉമ്മിക്ക് ദൈനുൻ കുന്തി ഖാദിയതുഹു അൻഹ. എൻ്റെ ഉമ്മാക്ക് കട ഉണ്ടെങ്കിൽ നീ അത് വീട്ടേണ്ടി വരൂലേ, മരിക്കുമ്പോൾ കട ഉണ്ടെങ്കിൽ? ആ ഉണ്ട് നബിയെ. ഹക്കല്ലാ. പിന്നെ അത് മനുഷ്യന്മാരെ കടാണ്, ഇത് അള്ളാൻ്റെ കടമയാണ്, അള്ളാഹ്ക്കുള്ള കടാണ്. അതുകൊണ്ട് ഫല്ലാഹു ഹഖ് ബിൽ ഖലാ, അള്ളാൻ്റെ കടാണ് വീട്ടാൻ ഏറ്റവും ബാധ്യസ്ഥമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഹജ്ജൊരു കടമായിട്ട് ഉണ്ടാകും. ആ കടം വീട്ടേണ്ട ആൾക്കാർ കുടുംബങ്ങളാണ്. ശ്രദ്ധിക്കണം, സ്വത്തുണ്ടെങ്കിൽ ഓരേക്കണതിന് മുമ്പ് ഹജ്ജ് ഉംറയും ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് സഹകരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞയക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാണ്.